എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെ ഗൃഹത്തിൻ്റെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന അടുക്കളയിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ചെയ്യേണ്ട ചില 3 വിദ്യകളെ കുറിച്ചിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ പരിപാലിക്കുന്ന അടുക്കളകളിലാണ് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാകുക എന്നതിനെ കുറിച്ചിട്ടാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതായത് അടുക്കളയിൽ ഈ 3 ലക്ഷണങ്ങൾ കണ്ടാൽ ആ വീട്ടിൽ സ്ത്രീ പറയണത് മഹാലക്ഷ്മിക്ക് തുല്യമാണ് എന്നാണ് നമ്മളുടെ ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ഒരു സങ്കല്പം. ഒരു ഗൃഹത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് അടുക്കളയാണ്. അടുക്കളയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മളുടെ മഹാലക്ഷ്മി അല്ലെങ്കിൽ അന്നപൂർണേശ്വരി കുടികൊള്ളുന്നത് അടുക്കളയിലാണ് എന്നാണ് വിശ്വാസം. അപ്പോൾ ഏറ്റവും വൃത്തിയിലും ശുദ്ധിയിലും നമ്മളുടെ അടുക്കള കൊണ്ട് നടക്കണം. അതായത് ഏറ്റവും നീറ്റായിട്ട് കൊണ്ട് നടക്കണം. ഏറ്റവും വൃത്തിയിലും ശുദ്ധിയിലും നീറ്റായിട്ടും കൊണ്ട് നടക്കണ ഒരു ഗൃഹത്തിൽ അവിടുത്തെ ആളുകൾക്കും അതായത് മാനസികാരോഗ്യം ഉണ്ടാവും, ശാരീരികാരോഗ്യം ഉണ്ടാവും. അതായത് എല്ലാ രീതിയിലും അവർ ആരോഗ്യവാന്മാരായിരിക്കും. ഇങ്ങനെയുള്ളൊരു ഗൃഹത്തിൽ മാത്രമാണ് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യുള്ളൂ കേട്ടോ. പിന്നെ ഹൈന്ദവ വിശ്വാസപ്രകാരം ചില സ്ത്രീകളിൽ മഹാലക്ഷ്മിയുടെ അല്ലെങ്കിൽ അന്നപൂർണേശ്വരിയുടെ ചൈതന്യം കൂടുതലായിട്ട് കുടികൊള്ളുന്നതായിട്ട് കാണാം. അത്തരം സ്ത്രീകൾ ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അവർ കാലെടുത്ത് വെക്കുന്നതിലൂടെ ആ ഗൃഹം സമ്പൽ സമൃദ്ധിയിലും ആരോഗ്യപരമായിട്ടും എല്ലാ രീതിയിലും അഭിവൃദ്ധി പ്രാപിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരു വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഉൾക്കൊണ്ട് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. അതായത് അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം. താല്പര്യമില്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. ഒരു സ്ത്രീയിൽ ലക്ഷ്മി ചൈതന്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ പരിപാലിക്കുന്ന അടുക്കള നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗൃഹത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗം എന്നറിയപ്പെടുന്നത് അടുക്കളയാണ്. അടുക്കള വൃത്തിയില്ലെങ്കിൽ ആ സ്ത്രീയുടെ ആ സ്ത്രീ എങ്ങനെയാണ് ആ ഗൃഹം പരിപാലിക്കുന്നതെന്ന് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ആ ഗൃഹത്തിൽ ഒരു കാരണവശാലും മഹാലക്ഷ്മിയുടെ അന്നപൂർണേശ്വരിയുടെ യാതൊരു തരത്തിലുള്ള അനുഗ്രഹമോ അല്ലെങ്കിൽ അവരുടെ സാമീപ്യമോ ഒന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ത്രീയാണോ തൻ്റെ അടുക്കള വൃത്തിയോടും ചിട്ടയോടും കൂടിയിട്ട് കൊണ്ട് നടക്കുന്നത് ആ ഗൃഹത്തിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് പോവുകയാണ്. ആ വീട്ടിൽ നിന്ന് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമ്പോൾ വൃത്തിയില്ലെങ്കിൽ നമുക്ക് കുടിക്കാൻ തൃപ്തി ഉണ്ടാവും. ഒരു ഗ്ലാസ് പച്ച വെള്ളമാണെങ്കിൽ പോലും വൃത്തിയില്ലാത്തൊരു വീട്ടിൽ നിന്ന് തന്നു കഴിഞ്ഞാൽ നമ്മളുടെ തൊണ്ടയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങില്ല. അപ്പോൾ ഒരു വീട് എങ്ങനെ പരിപാലിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമ്മളുടെ വീട്ടിലുള്ള ഒരു ചൈതന്യവും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള ആളുകളുടെ ആരോഗ്യവും. അപ്പോൾ ഏത് സ്ത്രീയാണോ തൻ്റെ അടുക്കള വൃത്തിയോടും ചിട്ടയോടും കൂടിയിട്ട് കൊണ്ട് നടക്കുന്നത് അവിടങ്ങളിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം കൂടുതലായിട്ട് കാണും. നമ്മൾ ഈ കഴിച്ച പാത്രങ്ങളൊക്കെ എച്ചിലോട് കൂടി ഇട്ട് വെക്കാതെ അതൊക്കെ യഥാസമയം നമ്മൾ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക. ഇത്തരം സ്ത്രീകൾ ഒരിക്കലും ആഹാരങ്ങൾ പാഴാക്കുകയും ചെയ്യില്ല. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേസ്റ്റും അല്ലെങ്കിൽ എച്ചിലും എല്ലാം കൂടിയിട്ട് നമ്മൾ ഇങ്ങനെ സിങ്കിലൊക്കെ ഇട്ട് വെക്കുക. അങ്ങനെയുള്ള സ്ത്രീകളിലൊന്നും പൊതുവെ വൃത്തി ഉണ്ടാവില്ല. അവിടങ്ങളിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഒന്നും ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ആഹാര സാധനങ്ങൾ വേസ്റ്റാക്കാതെ ഉണ്ടാക്കണം. അതായത് പാകത്തിന് ഉണ്ടാക്കി കഴിക്കുക. അമിതമായിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പുറത്തെ പറമ്പ് ഇപ്പുറത്തെ പറമ്പ് നമ്മളെ പറമ്പൊന്നും തൂർത്തിട്ട് നമുക്കതൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അന്നപൂർണേശ്വരി നമ്മളതിനെ അനുഗ്രഹിക്കൊന്നുമില്ല. കാരണം അന്നം അങ്ങനെ വേസ്റ്റാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ അമിതമായിട്ട് അന്നം വേസ്റ്റാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം അമിതമായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമയത്ത് നമ്മളതിന് ഖേദിക്കേണ്ടതായിട്ട് വരും കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ ഇവർ ഓരോ വട്ടം ദൈവാനുഗ്രഹമായി കാണുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തിനെ നമ്മൾ അത്രയും ദൈവാനുഗ്രഹത്തോട് കൂടിയിട്ട് കാണേണ്ട ഒരു വസ്തുവാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, അന്നം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ദാനം. അതിനേക്കാളും വലിയൊരു ദാനമായിട്ട് ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. വിശന്നിരിക്കുന്ന മനുഷ്യന് ഒരു ചോറ് കൊടുക്കുന്നതിനേക്കാളും വലിയ മഹത്വമൊന്നും ഒന്നുമില്ല. അപ്പം നിങ്ങൾക്കൊരു 10 കോടി രൂപ, എൻ്റെ കയ്യിലൊരു 10 കോടി രൂപ ഉണ്ട്. അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു 9 കോടി തന്നാലും നിങ്ങളുടെ മനസ്സിൽ ബാക്കി ആ 1 കോടീനെ കുറിച്ച് അവശേഷിച്ചിരിക്കുന്നുണ്ടാവും. അതാണ് പറയണത്. അന്നം കൊടുത്തതിന് ആ ഒരു പുണ്യത്തിനേക്കാളും വലിയ പുണ്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം.
നമ്മളിപ്പോൾ ഇങ്ങനെ വൃത്തിയോടും ചിട്ടയോടും കൂടി കൊണ്ട് നടക്കുക, ഭക്ഷണങ്ങൾ അമിതമായിട്ട് വേസ്റ്റ് ആക്കാതിരിക്കുക, യഥാവിധി നമ്മളുടെ അടുക്കള വൃത്തിയോടും ശുദ്ധിയോടും ചിട്ടയോടും കൂടി കൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ദാരിദ്ര്യം കുറവായിരിക്കും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നമുക്ക് ഭക്ഷണം നൽകാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരിക്കലും അന്നം മുട്ടില്ല. അത് രണ്ടാമത്തെ ലക്ഷണമാണ്. ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള വൃത്തിയോടും ചിട്ടയോടും കൂടി കൊണ്ട് നടക്കുന്ന സ്ത്രീകളിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. രണ്ടാമത് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലാണ്. ആർക്കും ഭക്ഷണം കൊടുക്കാൻ ഒരു മടിയും കാണിക്കാതെ കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്താ പറയുക, കൊടുക്കും തോറും വർദ്ധിക്കുന്നതാണ് അന്നം. അതുകൊണ്ട് തന്നെ ആ ഒരു അന്നം അവിടെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ഒരു മനസ്സുള്ളവർ, അതായത് എല്ലാവർക്കും ഇപ്പോൾ എന്താ പറയുക, ഭക്ഷണം കൊടുക്കാനുള്ള മനസ്സൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കാതിരിക്കുന്ന നേരത്ത് കുറച്ച് ഗസ്റ്റ് വരുമ്പോൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ഒത്തിരി പേരുണ്ട്. എൻ്റെ പരിചയത്തിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എൻ്റെ പരിചയത്തിൽ മാത്രമല്ല, നമ്മളുടെ കുടുംബത്തിലും അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പോലും അങ്ങനെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും. ആര് വന്നാലും നമ്മൾ അറിഞ്ഞു കൊടുക്കാൻ ഒരു മനസ്സ് കാണിക്കുക. പ്രത്യേകിച്ച് ഭക്ഷണം നമ്മളത് കൊടുക്കും തോറും നമുക്ക് അന്നപൂർണേശ്വരി തന്നുകൊണ്ടേയിരിക്കും. അന്നദാനം മഹാദാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആർക്കും ഭക്ഷണം കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അത്തരം സ്ത്രീകളിൽ മഹാലക്ഷ്മിയുടെ ചൈതന്യം കാഠിന്യം ഉണ്ട് എന്നാണ്, ചൈതന്യമുണ്ട് എന്നാണ് വിശ്വാസം. കാഠിന്യം അല്ല കേട്ടോ. പിന്നെ സന്തോഷത്തോട് കൂടിയിട്ട്, പിന്നെ ഈശ്വര സ്മരണയോട് കൂടിയിട്ട് പാചകം ചെയ്യുന്നതും മറ്റൊരു ഘടകമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ നേരത്ത് ഒരു ദിവസം നിങ്ങൾ പറയുക, ദൈവമേ എനിക്ക് ഇന്ന ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ദിവസവും അങ്ങനെ പറഞ്ഞിട്ട് ഭക്ഷണം പാകം ചെയ്യുകയും കഴിക്കുകയൊക്കെ ചെയ്ത് നോക്കി. അത് എന്താ പറയുക, നിങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമാവും. അപ്പോൾ ആർക്കും ഭക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ സന്തോഷത്തോട് കൂടിയിട്ടും ഈശ്വര സ്മരണയോട് കൂടിയിട്ടും പാചകം ചെയ്യുക. നമ്മളൊരു സന്തോഷമില്ലാതെ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, ആർക്കെങ്കിലും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു കടമ പോലെ ഉണ്ടാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങളിപ്പോൾ എത്ര രുചിയിൽ ഉണ്ടാക്കിയാലും അത് കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുണ്ടാവില്ല. നിങ്ങളിപ്പോൾ എത്ര രുചിയിൽ ഉണ്ടാക്കിയാലും ദേഷ്യത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഒരു കടമ ചെയ്യുന്ന രീതിയിൽ ആർക്കു വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു 100% നമുക്ക് കിട്ടില്ല. അതേസമയം നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ സന്തോഷത്തോട് കൂടിയിട്ടും ഈശ്വര സ്മരണയോട് കൂടിയിട്ട് പാചകം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ പാചകം ചെയ്യുന്ന ആളുകൾക്ക് മഹാലക്ഷ്മിയുടെ കടാക്ഷം ലഭിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ ആ ഒരു ചൈതന്യം അവരിലുണ്ടായിരിക്കും. നിങ്ങളെന്നും ഭക്ഷണം, എന്തായാലും നമ്മളെല്ലാവരും എന്നും ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട്, ഇപ്പോൾ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ചോറും ഒരു കറിയും, അല്ലെങ്കിൽ ഒരു ചോറും ഒരു ചമ്മന്തി ആണെങ്കിൽ പോലും അത് നമ്മൾ സന്തോഷത്തോട് കൂടി ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെന്നും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ദൈവത്തിനോട് നന്ദി പറയാൻ ശ്രമിക്കുക. ദൈവമേ എനിക്കൊരു നേരത്തെ അന്നം തന്നതിന് നന്ദി ഉണ്ട് എന്നുള്ള രീതിയിൽ ദൈവത്തിനെ സ്മരിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നല്ല ലക്ഷണങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, തള്ളിക്കളയാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് ആരും അടിച്ചേൽപ്പിച്ചൊന്നും ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ എന്താ പറയുക, നമ്മളിൽ ഉണ്ടാവേണ്ട ചില ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. പിന്നെ വൃത്തിയിലും ശുദ്ധിയിലും അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഭക്ഷണം പാകം ചെയ്യുക, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നത്തെ കാലത്ത് പലർക്കും എന്താ പറയുക, അറിയാത്ത കാര്യം ഇതൊക്കെയാണ്. വൃത്തിയും ഉണ്ടാവില്ല, ശുദ്ധിയും ഉണ്ടാവില്ല, ഒരടുക്കും ചിട്ടയില്ല, അത് അടുക്കള കൊണ്ടു നടക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മൾ ഏറ്റവും വൃത്തിയിലും ശുദ്ധിയിലും അടുക്കും ചിട്ടയോടും കൂടിയിട്ട് നമ്മൾ അടുക്കള കൊണ്ടു നടക്കണം. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ആൾ കയറി വരികയാണ്. അവർക്ക് വെള്ളത്തിന് തയ്ച്ചിട്ടോ അല്ലെങ്കിൽ വിശന്നിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വൃത്തിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ പോലും അവർക്ക് കഴിക്കാൻ തൃപ്തി ഉണ്ടാവില്ല. അവർ മടിച്ചിട്ടായിരിക്കും കഴിക്കേണ്ടാവുക. അപ്പോൾ നമ്മൾ ഏറ്റവും വൃത്തിയിലും ശുദ്ധിയിലും കൊണ്ടു നടക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മളെ അടുക്കള. അങ്ങനെ തന്നെ കൊണ്ടു നടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇത്തരത്തിൽ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന സ്ത്രീകൾക്ക് മഹാലക്ഷ്മിയുടെ ചൈതന്യം അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള സ്ത്രീകളായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ അടുക്കളയൊക്കെ നീറ്റായിട്ട് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളും അറിഞ്ഞു വെച്ച് ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനി ആരും അറിഞ്ഞു വെച്ച് ഇത്തരം തെറ്റുകളൊന്നും ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ.